بسم الله الرحمن الرحيم. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1225 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 75 മുതൽ 77 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ ഖാലിദീന ഫീഹാ حسنت مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العلي العظيم. സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ 3 ആയത്തുകൾ 75 മുതൽ 77 വരെയുള്ള അവസാനത്തെ 3 ആയത്തുകളാണ് നിങ്ങൾ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബാദുർ റഹ്മാനെ പരാമർശിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ അവരുടെ സവിശേഷതകളും പ്രത്യേകതകളും എന്തെന്ന് വിവരിച്ചുകൊണ്ടുള്ള ആയാത്തുകളുടെ അവസാനത്തിലാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയാത്തുകൾ വരുന്നത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ഇബാദുർ റഹ്മാൻ ഒരു പ്രത്യേകതരം പ്രാർത്ഥന നടത്തുന്നത് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അത്. പിന്നിട്ട സമൂഹങ്ങളെ, സമകാലിക സമൂഹത്തെ, ഇനി വരാനിരിക്കുന്ന തലമുറകളെ 3 ഘട്ടങ്ങളിലെയും ആളുകളെ കോർത്തിണക്കിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മളതിന്റെ വിവിധ തലങ്ങൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അള്ളാഹുവിനോട് ഇബാദുർ റഹ്മാൻ പ്രത്യേകമായിട്ട് ഒരു പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെടുന്ന കാര്യം, ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്നാണ്. ഞങ്ങളുടെ ഇണകളിലും മക്കളിലുമായി, ഞങ്ങളുടെ ഇണകളിലും മക്കളിലുമായിട്ട് ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്ന്. ഇണകളും മക്കളും ഒക്കെ നമുക്ക് കൺകുളിർമ നൽകുന്നവരായി മാറുന്നത് നമ്മൾ നിലകൊള്ളുന്ന ജീവിത ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ആ മൂല്യങ്ങളും ആ ധാർമ്മികതയും ഒക്കെ മനസ്സിലാക്കി സത്യപാതയിൽ അവർ നിലകൊള്ളുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഗുണഗണങ്ങളും സവിശേഷതകളും ഒക്കെ അവര് ആർജിക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവര് വളരെ ആനന്ദം പകരുന്ന കണ്ണുകളെയും ഹൃദയത്തെയും ഒക്കെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സാന്നിധ്യമായിട്ട്, ഒരു കാഴ്ചയായിട്ട് അവരെ അനുഭവപ്പെടുക. നമ്മൾ ഏതൊരു കോഴ്സിനു വേണ്ടിയാണോ നിലകൊണ്ടത് അതിന് വിരുദ്ധമായി, അതിനെതിരിൽ നിലകൊള്ളുന്ന, സമൂഹത്തിന് ദ്രോഹമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വലിയ തിരിച്ചടി
ഉണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറുന്ന തരം സന്താനങ്ങളും ഇണകളും ഒക്കെ നമുക്ക് പലപ്പോഴും സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ അത്തരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതിന്റെ ദുരിതവും ദുരന്തവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ പലരും അനുഭവിക്കുന്ന, പലരും നേരിടുന്ന സാഹചര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിരന്തരമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനാണ് അള്ളാഹു ഇവിടെ ഇബാദുർ റഹ്മാനോട് പരോക്ഷമായിട്ട് ആവശ്യപ്പെടുന്നത്. സന്താനങ്ങളിലും പത്നിമാരിലും അല്ലെങ്കിൽ ഇണകളിലും കൺകുളിർമ നൽകണം എന്ന്. അതുപോലെ തന്നെ വജഅൽനാലിൽ മുത്തഖീന ഇമാമ, വരും തലമുറകൾക്ക് അവരിലെ മുത്തഖികളുടെ നേതാക്കന്മാരും നായകന്മാരും മാതൃകയും ഒക്കെയായിട്ട് നമ്മളെ മാറ്റണമേ എന്നുകൂടി അവിടെ ഒരു പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്നുണ്ട്. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖികളുടെ ഇമാമാക്കിയിട്ട് ഞങ്ങളെ നീ നിശ്ചയിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്മുറക്കാര് മുത്തഖികളായി മാറാൻ നമ്മളുടെ മാതൃക, ജീവിത മാതൃക നമ്മൾ അവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത വിധം അവർക്ക് മാതൃകകളായിട്ട് മാറണം എന്ന വിധത്തിലാണ്. ആ വിധത്തില് റോൾ മോഡൽസ് ആയിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ സാഹചര്യം ഒരുക്കി തരണമേ എന്നൊക്കെയാണ് അതിന്റെ സൂചന. ഈ ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള പ്രതിഫലമായിട്ട്, അവരുടെ പ്രയത്നത്തിനും അവരുടെ സഹനത്തിനുമൊക്കെയുള്ള പ്രതിഫലമായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമ്മാനമുണ്ട്. ആ കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു. ഈ വിഭാഗം ഇബാദുർ റഹ്മാൻ, ഈ സവിശേഷതകളൊക്കെ ഉള്ള ആളുകൾ, ഈ സവിശേഷതകളൊക്കെ ആർജിച്ച ഗുണവിശേഷണങ്ങൾക്ക് അർഹരായ ആളുകൾ, അവർക്ക് ഉലൈക യുജ്സൗന, അവര് പ്രതിഫലമായി നൽകപ്പെടുന്നത് അൽ ഗുർഫത. ഗുർഫത്ത് എന്ന് പറഞ്ഞാൽ അറകൾ, മുറികൾ എന്നൊക്കെയാണ്. മാളിക മുകളിലെ ഫേർണിഷ് ചെയ്ത് ഒരുക്കി വെച്ചിരിക്കുന്ന അറകളെയാണ്, മുറികളെയാണ് സൂചിപ്പിക്കുന്നത്. ഉലൈക യുജ്സൗനൽ ഗുർഫത, ഏറ്റവും ഇമ്പമാർന്ന വിധത്തിലുള്ള ഒരുക്കി വെച്ച പാർപ്പിടങ്ങളാണ് അവർക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നത് എന്നാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. ഉലൈക യുജ്സൗനൽ ഗുർഫത, അത് ഏറ്റവും സന്തോഷദായകമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന, തൃപ്തി തരുന്ന വിധത്തിലുള്ള ഒരു താമസിക്കാനുള്ള സൗകര്യം. ഇപ്പോ ഈ ആശയം ഗുർഫത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ റൂട്ട് മീനിങ് ഒരു അറ, മുറി എന്നൊക്കെയാണ്. ഇപ്പോഴത്തെ വലിയ കെട്ടിട സമുച്ചയങ്ങളിലെ അപ്പാർട്ട്മെന്റുകൾ ചിലപ്പോ 20-25 നിലകളിലൊക്കെ ആയിട്ട് നിർമ്മിക്കപ്പെടുന്ന പട്ടണങ്ങളിലൊക്കെയുള്ള അപ്പാർട്ട്മെന്റുകളിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതലും നൂറിലേറെ നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പാർട്ട്മെന്റുകളിലെ ഒരു യൂണിറ്റിന് വേണമെങ്കിൽ ഗുർഫ എന്ന നിലക്ക് അതിനെ പരാമർശിച്ചുകൊണ്ട് പറയാം. ഒരു സെക്ഷൻ, ഒരു യൂണിറ്റ് എന്ന നിലക്ക്. അപ്പൊ ഇവർക്ക് ഇബാദുർ റഹ്മാന് അള്ളാഹു ഏറ്റവും ആകർഷകമായ, അവരേറെ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു ഭവനം അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ്, താമസിക്കാനുള്ള ഒരു സൗകര്യം നൽകപ്പെടുന്നതാണ്, പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നതാണ് എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. എന്തിനുള്ള പ്രതിഫലമാണ്? ബിമാ സബറു എന്നാണ് ഇവിടെ പറയുന്നത്. അവർ കാണിച്ച സ്വബറ് കാരണമായിട്ട്. സ്വബറ് എന്നത് നമ്മൾ പലപ്പോഴും
മനസ്സിലാക്കിയിട്ടുള്ള ഒരു പദമാണ്. സഹനം, അതുപോലെ സ്ഥിരചിത്തത കാണിച്ചുകൊണ്ട് ഒരു സംഗതിയിൽ അതിന്റെ പ്രയാസങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു സംഗതിയിൽ സ്ഥൈര്യം കാണിച്ച് നിലക്കൊള്ളല്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോയിക്കൊണ്ട് അത് റിയലൈസ് ചെയ്യാൻ വേണ്ടി വെമ്പല് കാണിക്കാതെ, അല്ലെങ്കിൽ അത്തരം ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കോസിന് വേണ്ടി നിരന്തരമായുള്ള പ്രയത്നത്തിൽ ഏർപ്പെടൽ, ഇതൊക്കെ അടങ്ങിയ വിശാലമായ ഒരു അർത്ഥതലം സ്വബറിനുണ്ട് എന്ന് കാണാൻ കഴിയും. വിശക്കുമ്പോ ആ വിശപ്പ് അടക്കാൻ ഭക്ഷണം കഴിക്കാതെ നമ്മളെ തന്നെ തടഞ്ഞു നിർത്തിയിട്ട് അത് വേറെ ചിലർക്ക് കൊടുക്കാൻ സന്നദ്ധരാവുന്നത് സ്വബറിന്റെ ഭാഗമാണ്. ഭക്ഷണമുണ്ട്, കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നു എന്നത് വേറൊരു നിലക്കുള്ള സഹനമാണ്. ജീവിതത്തില് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് വേണ്ടി ജീവിത സൗകര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ള പ്രയത്നങ്ങളിൽ ഏർപ്പെടുക എന്നത് വേറൊരു നിലക്കുള്ള സഹനമാണ്. ഇതൊക്കെയും അടങ്ങിയതാണ് ഈ സബ്ർ എന്ന പദത്തിന്റെ സാധ്യത എന്നത് കാണാൻ കഴിയും. ഇവർക്കായിട്ട് നാം ഉറുഫത്ത്, ഇങ്ങനെയുള്ള ഉന്നതങ്ങളായ ഭവനങ്ങൾ അല്ലെങ്കിൽ ഉന്നതങ്ങളായ പാർപ്പിട സൗകര്യം ഒരുക്കി വെച്ചിരിക്കുന്നു. ഉന്നത സൗധം അവർക്കായിട്ട് നാം സജ്ജമാക്കി വെച്ചിരിക്കുന്നു, അവർക്കുള്ള പ്രതിഫലമായിട്ട് എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. ഉലൈക യുജ്സൗന, ഈ വിഭാഗം ആളുകൾ പ്രതിഫലമായിട്ട് നൽകപ്പെടുന്നു, അവർക്ക് ലഭിക്കുന്നു. അൽ ഗുർഫത്ത്, ഉന്നത സൗധം, വളരെ വിശിഷ്ടമായ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങൾ. ബിമാ സബറു, അത് അവരുടെ സഹനത്തിനുള്ള, അവരുടെ നിരന്തരമായ പ്രയത്നത്തിനുള്ള, അവരുടെ ക്ഷമ അവലംബിച്ചതിനൊക്കെയുള്ള പ്രതിഫലമായിട്ടാണ് അത് നൽകപ്പെടുന്നത്. വയുലഖൗന ഫീഹ, എങ്ങനെയാണ് അവരങ്ങോട്ട് സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത്? അത് തഹിയ്യത്തും വസലാമ, അവര് വളരെയേറെ അവരെ ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള അഭിവാദനങ്ങളോടെയും ഉപചാരങ്ങളോടെയുമാണ് അവരവിടെ സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത്. അവരെ സ്വാഗതം ചെയ്യാനായിട്ട് സംവിധാനങ്ങളുണ്ട്. അവിടെ അവർ ഗ്രീറ്റ് ചെയ്യപ്പെടുന്നു, തഹിയ്യത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണല്ലോ തഹിയ്യത്ത്. നമ്മൾ നമസ്കാരത്തിൽ അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു എന്ന് അവസാന ഭാഗത്ത് ചൊല്ലുന്നത് എല്ലാവർക്കും അറിയുന്നത്. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ്സ് എന്നാണ്. ഒരാളെ ആശംസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അനുമോദിച്ചുകൊണ്ടോ ഒക്കെയുള്ള ഒരു കീർത്തനവാക്യം, അതാണ് തഹിയ്യത്ത്. സാധാരണ നമ്മൾ പറയുന്ന സലാം ഒരു തഹിയ്യത്താണ്. വേറെ കൾച്ചറിലുള്ള ഇംഗ്ലീഷ് ഭാഷയിലൊക്കെയുള്ള ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളും തഹിയ്യത്ത് തന്നെയാണ്, ഗ്രീറ്റിംഗ് ആണ്. ആളുകളെ കാണുമ്പോൾ അവരെ സ്വാഗതം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തെയോ വരവിനെയോ ഒക്കെ ഇഷ്ടപ്പെടുന്നത് കാണിക്കുന്ന വിധത്തിലുള്ള ഒരു ഗ്രീറ്റിംഗ്സ്, ഇതിനാണ് തഹിയ്യത്ത് എന്ന് പറയുന്നത്. അപ്പോ ഇവര് എങ്ങനെയാണ് അവിടെ സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത്? വയുലഖൗന ഫീഹ, അവിടെ അവരെ സ്വീകരിക്കപ്പെടുന്നത്, അവര് സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത് എങ്ങനെയാണ്? തഹിയ്യത്തും വസലാമ, ശാന്തി സമാധാനങ്ങൾ ആശംസിക്കപ്പെടുന്നവരായിക്കൊണ്ടും അതുപോലെ അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുമാണ്. അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അവരവിടെ ആശംസിക്കപ്പെടുന്നത് സലാമാണ്, ശാന്തി സമാധാനങ്ങളാണ് ആളുകൾ അവരുടെ മേൽ വർഷിക്കുന്നത്. അല്ലെങ്കിൽ അവിടെയുള്ള മലക്കുകളും അള്ളാഹു ചെയ്തിരിക്കുന്ന സംവിധാനം അനുസരിച്ചുള്ള എല്ലാ സ്വീകരിക്കാൻ സന്നദ്ധരായി അവിടെ എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ അവരെ തഹിയ്യത്ത് ചെയ്തുകൊണ്ടും സലാം ആശംസിച്ചുകൊണ്ടുമാണ് അവിടെ എതിരേൽക്കുന്നത്.
അവരെ സ്വീകരിച്ച് ആനയിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നു. വയുലഖൗന ഫീഹ, യുലഖ എന്ന് പറഞ്ഞാൽ അവരെ മീറ്റ് ചെയ്യുക, കണ്ടുമുട്ടുക എന്നൊക്കെയാണ് അതിന്റെ റൂട്ട് മീൻ. ലഖിയ എന്ന റൂട്ട് വേർഡ് എന്നാണ് അത് വരുന്നത്. വയുലഖൗന ഫീഹ, അവരവിടെ കണ്ടുമുട്ടപ്പെടുന്നു, അല്ലെങ്കിൽ എതിരേൽക്കപ്പെടുന്നു എന്നാണ് അതിന്റെ സൂചന. എങ്ങനെയാണ് ആ എതിരേൽക്കപ്പെടുന്ന രീതി? തഹിയ്യതൻ, അഭിവാദനങ്ങൾ അർപ്പിക്കപ്പെടുന്ന വിധത്തിലാണ്. അതുപോലെ ഉപചാരവാക്കുകൾ ആശംസിക്കപ്പെട്ടുകൊണ്ടാണ്. സലാമും തഹിയ്യത്തും കേട്ടുകൊണ്ട് സ്വാഗതം ആശംസിക്കപ്പെടുന്ന വിധത്തിലാണ് അവരെ അങ്ങോട്ട് ആനയിക്കപ്പെടുക. ഖാലിദീന ഫീഹ, മറിച്ചുള്ള അനുഭവങ്ങൾ എത്രയോ ആളുകൾക്കുണ്ടല്ലോ. ഇവിടെയൊക്കെ തന്നെ നമ്മൾ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലൊക്കെ നേതാക്കന്മാര് വന്നിറങ്ങുമ്പോൾ അവർക്കെതിരെ കരിങ്കൊടി കാണിക്കപ്പെടുന്നതും അതുപോലെ ഗോ ബാക്ക് എന്ന് വിളിക്കപ്പെടുന്നതും ഒക്കെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവരെ അവിടുന്ന് അകറ്റാനും അവിടെ വരരുതെന്ന് പറയുന്ന വിധത്തിലൊക്കെ അവര് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മളുടെ സാഹചര്യത്തിൽ. മറിച്ചുകൊണ്ട് വളരെയേറെ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് ആ പരിസരമാകെ അലങ്കരിച്ച് തയ്യാറാക്കി സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ചുവന്ന പരവതാനി വിരിച്ച് അതിഥികളെ സ്വീകരിച്ച് ആനയിക്കുന്ന രീതികളൊക്കെ നമുക്ക് ഈ ഭൗതിക ലോകത്ത് തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോ ഇവർക്കായിട്ട് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിലെ ഭവനങ്ങളിലേക്ക് അവര് സ്വീകരിച്ച് ആനയിക്കപ്പെടുകയാണ്. ഇതിന്റെ ചില റിയലൈസേഷൻസ് ഒക്കെ നമുക്ക് ഭൗതിക ലോകത്ത് തന്നെ പലയിടങ്ങളിലും കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ അതിഗംഭീരമായ ഷോപ്പിംഗ് മാളുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കവാടങ്ങൾ തുറന്ന് നമ്മളെ സ്വീകരിക്കാൻ കൂപ്പുകൈകളോടുകൂടി ആളുകൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതും നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ അതുപോലെയുള്ള വിശിഷ്ടാതിഥികൾക്കൊക്കെ അങ്ങനെയുള്ള സ്വീകരണങ്ങളൊക്കെ നൽകപ്പെടുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലെ ചില സാംസ്കാരികമായ അടയാളപ്പെടുത്തലുകളാണ്. പൗരാണിക കാലത്ത് രാജാക്കന്മാർക്ക് അങ്ങനെയുള്ള സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണെങ്കിലും ഉണ്ട് എന്നതാണ് വസ്തുത. മനുഷ്യ മനസ്സില് ഓരോരുത്തരും വലിയ വില കൽപ്പിക്കപ്പെടുന്നവരായിക്കൊണ്ട് സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നതിനെ കുറിച്ച് ഒരു സ്വപ്നം കുടികൊള്ളുന്നുണ്ട് എന്നത് കാണാൻ കഴിയും. അതിന്റെ ഒരു എക്സ്പ്രഷനാണ് യഥാർത്ഥത്തില് ഇത്തരം സന്ദർഭങ്ങളിലും മനുഷ്യർക്ക് ഭൂമിയിൽ തന്നെ കാണാൻ കഴിയും. ആളുകളെ അവരേറ്റവും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരിക എന്നത് അത് നമ്മൾ കാണുന്നതാണ്. അതിപ്പോ മനുഷ്യ മനസ്സില് അങ്ങനെ ഒരു സ്വപ്നം, ഒരു മോഹം, ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കപ്പെടുന്ന, അതുപോലെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വീകരിക്കപ്പെടുന്ന, അണിഞ്ഞൊരുങ്ങി കൂപ്പുകൈകളോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പരിചാരകരും മറ്റുമൊക്കെ ആയിട്ട് തയ്യാറായി നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ, ഇത് മനുഷ്യ മനസ്സിൽ തന്നെ താൻ ഏത് വിധത്തിൽ സ്വീകരിക്കപ്പെടണം എന്ന ഒരു എംബെഡഡ് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു ഡ്രീം ഉണ്ട്. അത് മനുഷ്യന്റെ മനസ്സിലെവിടെയോ അങ്ങനെ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ പാരത്രിക ലോകത്ത് താൻ ഏത് വിധത്തില് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടണം എന്നുള്ള ഒരു മോഹം മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്നുണ്ടാകണം. അതേപോലെ ഏത് വിധത്തിലുള്ള വാസ സ്ഥലം, പാർപ്പിടം, ഏത് വിധത്തില് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അറയും മുറിയും ഒക്കെയാണ് തനിക്ക് വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു സ്വപ്നവും മനുഷ്യന്റെ മനസ്സിൽ ഉള്ളതായിട്ട് കാണാം. നമ്മുടെ ഭവന നിർമ്മാണ സങ്കല്പങ്ങളൊക്കെ പാടയെ മാറി
വളരെ വലിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്രാമങ്ങളിലെ വീടും അതുപോലെ ഹോം സ്റ്റേറ്റ്സും ഒക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് പട്ടണങ്ങളിൽ അപ്പാർട്ട്മെന്റുകൾ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന അപ്പാർട്ട്മെന്റുകൾ, ദൈനംദിനമായ ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധിക്കാനുള്ള പരിചാരകരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ് ഒരു മെച്ചപ്പെട്ട ഒരു ബെറ്റർ ലിവിങ് കണ്ടീഷൻ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള വിധത്തില് ആളുകളുടെ താല്പര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ സമീപകാലം വരെ ഉണ്ടായിരുന്ന ഗൃഹം എന്ന സങ്കല്പമോ സ്വപ്നമോ ഒന്നുമല്ല പുതിയ തലമുറ ഇപ്പോ മുന്നോട്ട് വെക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. എവിടെയൊക്കെയോ മനുഷ്യന്റെ മനസ്സിൽ ചില സ്വപ്നങ്ങള് അവര് കൊണ്ടു നടക്കുന്നുണ്ട്. അതിന്റെ ഒരു റിയലൈസേഷനാണ് ഈ ഭൗതിക ലോകത്ത് ഇത്തരം അന്വേഷണങ്ങളിലേക്കും സാധ്യതകളിലേക്കും ഒക്കെ അവരെ നയിക്കുന്നത് എന്നും കാണാൻ കഴിയും. എന്നായാലും ഈ ആളുകള് ഇബാദുർ റഹ്മാൻ വളരെ രാജോചിതമായ വിധത്തിലാണ് പാരിത്രിക ലോകത്ത് അവരുടെ ഭവനങ്ങളിലേക്ക് സ്വീകരിച്ച് ആനയിക്കപ്പെടുന്നത് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞതിന്റെ ചുരുക്കം. അഭിവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടും ആശംസകൾ അർപ്പിക്കപ്പെടുന്ന വിധത്തിലൊക്കെയാണ് അവര് അങ്ങോട്ട് ആനയിക്കപ്പെടുന്നത്. ഖാലിദീന ഫീഹ, അവരതില് അത്തരം ഏറ്റവും ഉത്തമമായ വാസസ്ഥലങ്ങളില് നിത്യമായി വസിക്കുന്നവരായിരിക്കും. ഹസുനത്ത് മുസ്തഖറം വ മുഖാമ, എത്ര ശ്രേഷ്ഠമായ പാർപ്പിടവും താവളവുമാണത് എന്നാണ് അതിനെക്കുറിച്ച് അള്ളാഹു നടത്തുന്ന നിരീക്ഷണം. ഹസുനത്ത് മുസ്തഖർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സങ്കേതം, താവളം, പാർപ്പിടം എന്നൊക്കെ പറയാം. മുഖാം എന്ന് പറഞ്ഞാലും സമാനമായ ഒരു അർത്ഥം തന്നെയാണുള്ളത്. ഒരാൾ ചെന്ന് താവളമായിട്ട്, സങ്കേതമായിട്ട്, പാർപ്പിടമായിട്ട് ചെന്ന് ചേരുന്ന ഒരിടം, അതാണ് മുഖാം. അതിന് രണ്ടിനും ഒരു സ്ഥിരതയുടെ സൂചനയുണ്ട്. മുസ്തഖർ എന്ന് പറയുമ്പോൾ മഖർ എന്നത് അലച്ചില് അവസാനിപ്പിച്ച് നമ്മൾ ചെന്ന് ചേരുന്ന നമ്മളുടേതായ ഒരു പാർപ്പിടമാണ് മുസ്തഖർ. അത് അലഞ്ഞു നടക്കുന്ന ഒരവസ്ഥയല്ല. വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് വ്യത്യസ്തമായിട്ട് ഒരിടത്ത് കുറ്റിയടിച്ച് തമ്പടിച്ച് താമസിക്കുന്ന ഒരു സ്വഭാവത്തിന്, ഒരു സെറ്റിൽഡ് ലൈഫ് സംബന്ധമായിട്ട് അതിനു വേണ്ടി സ്വീകരിക്കപ്പെടുന്ന ഒരു ഇടം ആണ് മുസ്തഖർ. മുഖാം എന്നതും ഖാമ എന്ന റൂട്ട് വേർഡിന്ന് വരുന്നതാണ്. അത് നിലക്കൊള്ളാനുള്ള, സ്ഥിരമായിട്ട് വസിക്കാനുള്ള ഒരു പാർപ്പിടം, അല്ലെങ്കിൽ നമ്മളുടെ ഇടം എന്ന നിലക്ക് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് സൂചിപ്പിക്കുന്നത്. എത്ര വിശിഷ്ടമായ, എത്ര ശ്രേഷ്ഠമായിട്ടുള്ള പാർപ്പിടവും താവളവുമാണ്, മുസ്തഖറും മുഖാമുമാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ അത്ഭുതം കൂറുന്നത്. അള്ളാഹു തന്നെ അതൊരു ആശ്ചര്യമായിട്ട്, ഒരു അത്ഭുതമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഹസനത്ത് മുസ്തഖറൻ വ മുഖാമ. എന്നിട്ട് അള്ളാഹു തുടർന്ന് ഒരു ചോദ്യം ഉന്നയിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഖുൽ, പ്രവാചകരെ പറയുക, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കസ്സബ്തും ഫസൗഫ യകൂനു ലിസാമ. മാ യഅബഉ ബികും റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് വില കൽപ്പിക്കേണ്ടത്? നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? നിങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ലൗലാ ദുആഉകും, നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നവരായി നിലകൊള്ളുന്നില്ല എങ്കിൽ, നിങ്ങൾ അവനോട് തേടുന്നവരായിട്ട് നിലകൊള്ളുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളെ എന്തിനു കൊള്ളും? നിങ്ങളെ എന്തിനു പറ്റും? നിങ്ങൾക്ക് എന്ത് വിലയാണ് അല്ലാഹു കൽപ്പിക്കുക എന്നതാണ്
ഇവിടെ ഒരു ചോദ്യ രൂപത്തിലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലും ഒക്കെ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നു. മനുഷ്യ സൃഷ്ടിപ്പിന്റെ തന്നെ ഏറ്റവും പ്രധാനമായ താല്പര്യം അള്ളാഹു ഒരായത്തിൽ വ്യക്തമാക്കുന്നത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ്. മനുഷ്യനെയും ജിന്നിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, അവര് എനിക്ക് വിധേയപ്പെട്ട് എനിക്ക് അടിമപ്പെട്ട് കഴിയുന്നവരാകുന്നതിന് വേണ്ടിയല്ലാതെ. മനുഷ്യന്റെയും ജിന്നുകളുടെയും സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അവര് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവനെ അംഗീകരിച്ചുകൊണ്ട് അവന് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാവുക എന്നതാണ്. ആ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്നത് ആളുകളെ അവനോട് തേടുകയും അവനോട് അർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണല്ലോ. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോ പിന്നെ നിങ്ങളുടേത് ഒരു പാഴ്ജന്മമായി പോയില്ലേ എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവനോട് ചോദിക്കുകയും തേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തിരിച്ചറിവിന്റെ ഒരു തലത്തിലേക്ക് ഓരോരുത്തരും വരുന്നില്ലെങ്കിൽ പിന്നെ അവരെ കൊണ്ട് എന്ത് പ്രയോജനം? അവരെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാതെ പോവുകയാണ്. അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. മാ യഅ്ബഉ ബികും റബ്ബി, വേറെ നിലക്ക് വായിച്ചാൽ എന്റെ റബ്ബ് നിങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകുന്നതല്ല. ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടായിരുന്നില്ലെങ്കിൽ എന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥന എന്ന ഒരു സംഗതി അള്ളാഹുവിനോടായിട്ട് നിങ്ങൾ നിർവഹിക്കുന്ന മനസ്സ് തട്ടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരൊറ്റ കാരണത്താലാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഗണന അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് യാതൊരു പരിഗണനയും അവൻ തരുമായിരുന്നില്ല, നിങ്ങൾക്കൊരു വിലയും അവൻ കൽപ്പിക്കുമായിരുന്നില്ല, നിങ്ങൾക്കൊരു പ്രാധാന്യവും അവൻ നൽകുമായിരുന്നില്ല എന്നാണ് പറയാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു ഇവിടെ ചുമതലപ്പെടുത്തുന്നത്. പുൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. പ്രാർത്ഥനയുടെ അള്ളാഹുവുമായുള്ള ആ ആത്മബന്ധത്തിന്റെ പ്രാധാന്യം നമ്മളെ വളരെ കണിശമായും കൃത്യമായും ബോധ്യപ്പെടുത്തുന്ന ഒരായത്താണ്. മാ യഅ്ബഉ ബികും റബ്ബി, നിങ്ങൾക്ക് അള്ളാഹു എന്റെ റബ്ബ് ഒരു വിലയും കൽപ്പിക്കുന്നതല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവൻ എന്ത് പരിഗണന, എന്ത് വിലയാണ് കൽപ്പിക്കുക? ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ലെങ്കിൽ. നിങ്ങൾ അവന് വിധേയപ്പെടുമ്പോഴാണല്ലോ അവനോട് പ്രാർത്ഥിക്കുക. അവന്റെ അബ്ദാണ് എന്ന് സ്വയം അംഗീകരിക്കുന്ന അവസ്ഥയിലാണ് അവനോട് ഓരോരുത്തരും തേടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അവന് വിധേയപ്പെട്ടുകൊണ്ട് അവന്റെ അടിമത്തത്തിന് സന്നദ്ധനായിക്കൊണ്ട് അവനോട് ചോദിക്കുകയും തേടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ സംജാതമാവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് അവൻ പിന്നെ നൽകാൻ പോകുന്നത് എന്നതാണ് ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിട്ട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നിർദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് വെച്ചാൽ, അവനോട് തേടുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫഖദ് കദ്ദബ്തും, നിങ്ങൾ കളവാക്കിയിരിക്കുന്നു എന്നാണ്. നിങ്ങളൊക്കെയും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ചിരിക്കുന്നു. അവനെ റബ്ബായിട്ട് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിങ്ങൾ നിഷേധികളായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഫഖദ് കദ്ദബ്തും, നിങ്ങൾ അവനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഒരൊറ്റ സൂചനയാണുള്ളത്. അത് ഫഖദ് കദ്ദബ്തും, നിങ്ങൾ അവനെ നിഷേധിച്ച് കളഞ്ഞിരിക്കുന്നു, അവനെ കളവാക്കിയിരിക്കുന്നു, അവന്റെ അസ്തിത്വത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ടേ ഇല്ല. ഫസൗഫ യകൂനു ലിസാമ, അപ്പൊ ലിസാമായ ഒന്ന് വൈകാതെ തന്നെ സംഭവിക്കും. ലിസാമായത് എന്ന് പറഞ്ഞാൽ അടർത്തി മാറ്റാൻ കഴിയാത്ത സ്ഥിരപ്പെടുന്ന ഒന്ന്. ശിക്ഷയെക്കുറിച്ച്, നരകശിക്ഷയെക്കുറിച്ചുള്ള സൂചനയാണിത്. അത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് സ്ഥിരമായി മാറും, ലിസാമാകും. പിന്നെ അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനാവുകയില്ല. നിങ്ങളിൽ നിന്ന് അതിനെ അടർത്തി മാറ്റുക സാധ്യമല്ല. അപ്പോ
ഫസൗഫ യകൂനു ലിസാമ, ആ ഒരു അവസ്ഥ ലിസാമായി നിരന്തരമായി തുടരെ അനുഭവിക്കുന്ന ഒരവസ്ഥ വന്നു ചേരുകയായി. അതേ തുടർന്ന് അപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ട് ആവശ്യങ്ങളൊക്കെയും അവനിലേക്ക് തിരിച്ചുവിടുന്ന, അവനോട് തേടിക്കൊണ്ടിരിക്കുകയും അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് പരിഗണനയാണ് എന്റെ റബ്ബ് നൽകുക? നിങ്ങൾക്ക് എന്ത് അർഹതയാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഉള്ളത്? എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ അവനോട് തേടുന്നവരായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല ഉള്ളതെങ്കിൽ അതിന്റെ പ്രത്യക്ഷത്തിൽ എന്നുള്ള അർത്ഥസൂചന ഫഖദ് കദ്ദബ്തും, നിങ്ങൾ നിഷേധികളായിരിക്കുന്നു എന്നത് തന്നെയാണ്. അവനോട് നിങ്ങൾ ചോദിക്കുകയും തേടുകയും അവന് വിധേയപ്പെടുകയും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കളവാക്കിയിരിക്കുന്നു, അവന്റെ അസ്തിത്വത്തെ നിഷേധിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ സൂചന. ഫലം എന്താണ്? ഫസൗഫ യകൂനു ലിസാമ, ലിസാമായ ഒരു ശിക്ഷ, അടർത്തി മാറ്റാൻ പറ്റാത്ത, അകറ്റി നിർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ശിക്ഷ നിങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഫസൗഫ യകൂനു ലിസാമ, വൈകാതെ തന്നെ ആ അടർത്തി മാറ്റാൻ പറ്റാത്ത, അകറ്റി നിർത്താൻ കഴിയാത്ത ശിക്ഷ വന്നു ചേരാൻ പോകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുന്നു. സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗം ഇബാദുർ റഹ്മാനെ പരാമർശിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ്. ഈ സൂറത്തിന്റെ പരിസമാപ്തി എന്ന നിലക്ക് കൂടി ഉള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കി പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളും ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകനെ ഉൾക്കൊണ്ടുകൊണ്ട്, പാരത്രിക ജീവിതത്തിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ള സൂചനകൾ ഇന്നും അവരുടെ നിത്യജീവിതത്തിൽ അവരെ തന്നെ സ്വയം തട്ടിച്ചു നോക്കാനുള്ള ചില ഉരക്കല്ലുകളായിട്ട് മനസ്സിൽ കൂടിയിടേണ്ട തരം കാര്യങ്ങളാണ്. ഞാൻ അള്ളാഹുവിന് പ്രിയപ്പെട്ട ദാസനായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾക്ക് അവന്റെ കയ്യിൽ ഉരക്കല്ലുകളായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തരം വാക്യങ്ങളാണ് ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള നമ്മളിപ്പോ പഠനം പൂർത്തീകരിച്ചിരിക്കുന്ന ആയാത്തുകളിലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അല്ലാഹു ഈ നിർദ്ദേശങ്ങളെയും ഈ വിവരണങ്ങളെയും ഒക്കെ പ്രയോജനപ്പെടുത്തി ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുവാനും വിജയം വരിക്കുമെന്ന് ഉറപ്പ് ഉള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും ഒക്കെ നമുക്ക് തൗഫീഖും തൗസിയയും ചെയ്തു തരുമാറാവട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് 1-2 ദിവസം ഈ സൂറത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അതിനുശേഷം 26-ാമത്തെ സൂറത്ത് ശുഅറാഇന്റെ പഠനം ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.